സ്നേഹിതരെ, കുരിശ് എപ്പോഴും നമുക്കൊരു ഭാരമാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുരിശുകളെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, കുരിശ് വഹിക്കുന്നവനൊക്കെ എന്നെ അനുഗമിക്കുന്നവനാണ്. കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുതമ്പുരാൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതും ലോകം അവനെ സ്നേഹത്തിൻ്റെ മനുഷ്യനാക്കി മാറ്റിയതും ആ കുരിശിൻ്റെ ഭാരമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുരിശുകളൊക്കെ അനേകായിരങ്ങൾക്ക് നമുക്കൊരു സ്നേഹത്തിൻ്റെ കാരണമാക്കി മാറ്റാൻ കഴിയും. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ആരാണുള്ളത്? കുരിശുകളില്ലാത്ത ആരാണുള്ളത്? എന്നാൽ ആ കുരിശുകളെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. പ്രതിസന്ധികളെ ആത്മാവിൽ തരണം ചെയ്യുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കുരിശ് വഹിച്ചാൽ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്ന മനുഷ്യരാകും. നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും വേദനകളിലും സ്വർഗീയ കുരിശുകളെ മാറോട് ചേർത്തുകൊണ്ട് ഉദ്ധാനത്തിൻ്റെ രഹസ്യത്തെ ധ്യാനിച്ച് ജീവിക്കുവാൻ കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.